നമ്മളെ സുരേഷ് ഗോപി ചോദിച്ചായിരിക്കും ഓർമ്മയുണ്ട് ഈ മുഖം എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ദിവസമായില്ലേ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട്, ഒരുപാട് ദിവസമായി എന്നിട്ടതാ വീഡിയോ അല്ലേ. അപ്പോൾ അതാണ് ഞാനിത് ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ട് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്, ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ദിവസമായി ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ഇതങ്ങനെ പറയുന്നുണ്ട്, എന്താ ലോങ് വീഡിയോ ഇടാത്ത, എന്താ ഷോർട്ട് ഇടാത്ത, ലൈവ് വരാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് ഞാനിതാക്കണം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, തട്ടി മുട്ടി തന്നെ ഓരോ ദിവസം കടന്നു പോണത്. ഇതിപ്പോൾ വിഷുവിൻ്റെ 3-ാമത്തെ ആ ദിവസം 4-ാമത്തെ ദിവസത്തെ വീഡിയോസാണ് കേട്ടോ. ഇതൊക്കെ പൊറുക്കി കൂട്ടി വെച്ചിട്ട് കുറേ ദിവസമായി, ഇടാൻ അങ്ങോട്ട് സമയം അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നില്ല കുറച്ച് കാര്യപരിപാടികളാണ്. നമ്മളെ വീട്ടിൽ നിന്നല്ല, നമ്മളെ വീടറ്റം പോണില്ല, അമ്മേൻ്റെ വീട്ടിലാട്ടോ. ഞങ്ങൾ 2 ദിവസം അമ്മേൻ്റെ വീട്ടിലാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാതും കൂടി കൂട്ടിയിണക്കിയൊരു വീഡിയോ ആണ്. ഇഷ്ടമാകുകയാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യാത്തതുകൊണ്ട് കേട്ടോ. പിന്നെ ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ തന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പം നമ്മൾ പെട്ടിയും പ്രമാണമൊക്കെ എടുത്താണ്ട് അമ്മേൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണ അമ്മേൻ്റെ വീടാണ് കേട്ടത്. ഇവിടെ ഒരു ചുരുക്കം പറഞ്ഞൊരു 8-10 വീടുണ്ട്, ഒക്കെ നമ്മളെ കുടുംബക്കാർ തന്നെയാണ്. അപ്പോൾ എല്ലാ വീട്ടിലും നമ്മൾ വരുമ്പോഴല്ലേ ഉള്ളൂ, കെട്ടിച്ചോലും അങ്ങനെയാണല്ലോ, വിരുന്ന് വരുമ്പോഴാണ് എല്ലാ വീട്ടിലും ഒന്ന് ഓടിപ്പാഞ്ഞ് എത്തുള്ളൂ. അങ്ങനെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങാമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. വന്ന ആ ഒരു നേരം കൊണ്ട് എല്ലാവരും വീട്ടിലും കയറി ഇറങ്ങി എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളത് അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെയാണ് നിൽക്കുന്നത്. ലാസ്റ്റ് വരാനുള്ളതാണ് അമ്മോൻ്റെ വീട്ടിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ഓർമ്മകളാണ്. കുട്ടിക്കാലത്ത് നമ്മൾ ഇവിടെയൊക്കെ തന്നെ അമ്മേൻ്റെ വീട്ടിൽ വരുമ്പോൾ അതാ ഇവിടെ തന്നെയാണ്, ഇവിടെ തൊട്ടടുത്താണ് നമ്മൾ കാടുള്ളത്, ഫോറസ്റ്റിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇതാണ് അമ്മോൻ്റെ വീട്ടിലുള്ളത്. നമുക്ക് മാമനെന്ന് വിളിക്കാം, സത്യത്തിൽ അമ്മൻ്റെ മാമനാണ് കേട്ടോ, ഞങ്ങളാണ് മാമനെന്ന് വിളിക്കൽ. അങ്ങനെ അതാ ഇവിടെയും തന്നെ ഒരുപാട് മരങ്ങളും കാടുകളും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൂവത്തീൻ്റെ ആ ഒരു മരത്തിന് മാത്രം മാറ്റം വന്നിട്ടില്ല കേട്ടോ. ഒരു വലിയൊരു മരമായിരുന്നു, ഇപ്പോൾ ഏതായാലും പൊളിഞ്ഞാട്ടി പകുതി ആയിട്ടുണ്ട്. അതിമൊന്നും ഒരു കുരു കിട്ടാണ് പൂവത്തിക്കായ. അപ്പോൾ എന്ത് രസമാണെന്നൊക്കെ ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നാനായിട്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഇരുന്നു. പിന്നെ രാത്രിയായി, പിന്നെ പതിവ് പോലെ തന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവിടെ വർത്താനം പറഞ്ഞു. 8-10 പേരുണ്ടാകുമ്പോൾ എന്തേക്കാരായിട്ട് ആൾക്കാരും പോലെ കൂടി വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേന്ന് എന്താക്കണം നമ്മൾ അകമ്പാടത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മളെ വീടുള്ളത്. കാര്യമായിട്ട് വന്നിട്ടുള്ളത് അമ്പലത്തിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് തന്നെ, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, ചെറിയൊരു അമ്പലമാണ്. വിഷുവിൻ്റെ ഒരു 4-ാമത്തെ ദിവസം ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ടാകലുണ്ട് കേട്ടോ. പിന്നെ അടുത്ത വിഷുവിൻ്റെ 4-ാമത്തെ ഒരു ദിവസമാണ് ഉണ്ടാവുക. പിന്നെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോലെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കൊല്ലം ഒരു വട്ടമാണ് ഇത് തുറന്ന് പ്രവർത്തിക്കില്ല. വിളക്കും കാര്യങ്ങളൊക്കെ കത്തിക്കും. പിന്നെ അല്ലാതെ ഇങ്ങനെ പൂരം അങ്ങനെ ആഘോഷം കാര്യങ്ങളൊക്കെ കൊല്ലത്തിൽ ഒരു വട്ടേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാക്കുക നമ്മൾ കാട്ടിലമ്മ എന്നാണ് പറയുക ഈ ഒരു സ്ഥലത്തിൽ, ഈ ഒരു അമ്പലത്തിന് അങ്ങനെയാണ് പറയുക. പിന്നെ ഓല തറവാട്ടിൽ വെച്ചിട്ട് ഒരു 3-4 ദിവസത്തെ പരിപാടി വേറെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതാക്കണ എണ്ണയും തീരിയും പട്ടും കാര്യങ്ങളും തേങ്ങയൊക്കെ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തു. ഒരു വിശ്വാസമാണല്ലോ, ചിലവർക്ക് ചില വിശ്വാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ പെട്ടതാണ് ഞാനൊക്കെ. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ഈ ഒരു ഭാഗം കണ്ടോടും തന്നെ, ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ കുറച്ച് വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ നേർന്നതൊക്കെ അവിടെ കൊടുത്തു. ഒരു സന്തോഷമായി, ഒരു സമാധാനമൊക്കെ കൊടുത്തപ്പോൾ ഒരു സമാധാനമായി. അപ്പോൾ അങ്ങനെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോവുകയാണ്, അമ്മേൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ വീട്ടിൽ ആരുമില്ല, അതുകൊണ്ട് അമ്മ അവിടെയാണ് കേട്ടോ, അമ്മേൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് അമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ ഇതുകൂടെയാണ് നമ്മൾ സ്കൂൾക്കൊക്കെ പോയിരുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നും കഴിഞ്ഞില്ല. പിള്ളേക്ക് കുറേ തുണക്കാരത്തികളാണ് തീരെ കാണാത്ത കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കെട്ടിച്ച വീട്ടിലേക്കാവും, എല്ലാവരും വിരുന്നൊക്കെ വരുമ്പോഴാണ് കാണുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരെയും കണ്ടതൊന്നുമില്ല. പിന്നെ അമ്മേൻ്റെ ഹോട്ടലിലൊക്കെ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടു, പിന്നെ പോന്നു. പിന്നെ നമ്മളധികം പിന്നെ ഇവിടെ നിന്നില്ല കേട്ടോ. ഉച്ചയ്ക്ക് ചോർന്നിട്ട് പോരാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നേരല്ലേന്ന്, നമുക്ക് ഈ പോത്തുംകുട്ടി ആടുംകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ കുറേ പരിപാടികളുണ്ട്. പിന്നെ അനിയത്തിക്കും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ കണ്ണൻ വന്നപ്പം പോവുക കേട്ടോ. അമ്മേനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. അമ്മ അവിടെ ഉണ്ട്, പനിയാണ്. അപ്പോൾ അമ്മേനെ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല, പനിച്ച് പറ്റതായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നൊക്കെ റിക്കവറായിട്ട് വരട്ടെ. നമ്മൾ വിശദമായിട്ടൊന്ന് വീഡിയോ എടുക്കാനായിട്ട് 4 ദിവസം വരുന്നുണ്ട്. പിന്നെ കുഞ്ഞാറ്റതൊക്കെ കടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. രാത്രിയൊക്കെ പറഞ്ഞ് ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഇരുന്നാണ്ട് ഉറങ്ങിയിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞേരം ഇന്ന് ഇതാ നമുക്ക് ഒരു കുടിയിരിക്കലുണ്ട് കേട്ടോ. കുടിയിരിക്കലിന് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചുരിദാറിനെ ഞാൻ ഇട്ടിട്ടുള്ളത് വീട്ടിൽ വന്നിട്ട് വേഗം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീട് എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണല്ലോ, ഒരു സ്വപ്നമാണ് ഇപ്പോൾ വീട് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിക്ക് ഒരു വീടും ഒക്കെ കയറ്റി വന്ന് ചെറിയൊരു കുടിയിരിക്കലൊക്കെ കഴിച്ചാണ്ടല്ലോ, ഒരു സന്തോഷമാണ്. നാട്ടുകാരെയും കൂടി അതിലൊന്നും ആ ഒരു സന്തോഷത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അതിന് ഭയങ്കര സന്തോഷമാണ്.
അങ്ങനെ ഇതാക്കണം. നമ്മളെ വീടും കാര്യങ്ങളൊക്കെ കണ്ടു വന്നപ്പോൾ നമുക്ക് നമ്മളെ എങ്ങോട്ടാണ് പന്തൽക്കാണ് കേട്ടോ. ചോറ് വിളമ്പണ ആ ഒരു ഏരിയക്കാണ് നമ്മളെ കണ്ണു പോയത്. അപ്പോൾ വേഗം പോയിട്ടൊന്ന് ചോറ് തിന്നട്ടെ. നല്ല നെയ്ച്ചോറും കടായിൻ്റെ മണക്ക് മൂക്കിൽ അടിച്ച് കയറുന്നുണ്ട്. അപ്പം സഹിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പോകാൻ നിൽക്കട്ടെ കേട്ടോ. നല്ല ഹാള് 2-3 റൂമുണ്ട്, പിന്നെ ഒരു കിച്ചണും, അങ്ങനെ ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട്, അല്ല കൊച്ചു വീട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ ചോറ് തിന്നട്ടെ കേട്ടോ. നല്ല ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫ്രൈഡ് റൈസ് പോലെയാണ് കേട്ടോ, അതുണ്ടായിരുന്നു. അച്ചാറും ചള്ളാസും വെള്ളം ഒക്കെ പാടെ കൂടിയിട്ട് ഞങ്ങൾ വിശദമായിട്ടൊന്ന് ചോറ് തിന്നട്ടെ എന്ന് വിചാരിച്ചു. ആമിയുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതാക്കണം. നമ്മൾ വളമ്പലുകാർ ഉഷാറാണ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ചോറ് കിട്ടി. ഞങ്ങൾ ചോറൊക്കെ തിന്ന് എങ്ങനെയായാലും ഒരു കല്യാണം അല്ലെങ്കിൽ സൽക്കാരം അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ അതാ ഒരു ഐസ്ക്രീംകാരൻ അവിടെ മസ്റ്റാണ്. അങ്ങനെ ഐസ്ക്രീംകാരൻ അതാ കിടക്കണ്. മൂപ്പരെ പെട്ടിയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വാങ്ങിയതൊന്നുമില്ല, ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ വീടിൻ്റെ അടുത്തേക്കുള്ള സ്ഥലപ്പേര്, കറുകമണ്ണ. അങ്ങനെ വീട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണിത്. അപ്പോൾ ഇതാണ് ഞങ്ങളെ ചെറിയൊരു ഗ്രാമം, ഞങ്ങളെ നാടാണിത്. അപ്പം ഞങ്ങൾ പിന്നെ നടക്കാനധികം ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ പരിപാടി അവിടെ നടക്കുന്നിടത്ത് നടക്കാനുള്ള ദൂരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങി നീച്ചപ്പോൾ നമ്മൾ അടുക്കളയ്ക്ക് കയറാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങണ പ്രശ്നമേ ഇല്ല. ഭയങ്കരം കച്ചറയായിട്ടുള്ള 2 ദിവസമായി നമ്മൾ ഇവിടുന്ന് പോയിട്ടുള്ളതെന്ന്. എന്നാലും ഇവിടെ ആകെപ്പാടെ കച്ചറയാണ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ പാടെ ഒന്ന് ഒതുക്കി എടുത്ത് വരുമ്പോഴത്തേന് ഒന്നേന്നും പറഞ്ഞിട്ട് ഇനി തുടങ്ങണം. നമ്മൾ 1 ദിവസത്തിനും 2 ദിവസത്തിനും പോയാലും ഒന്നേന്ന് പറഞ്ഞത് തുടങ്ങിയാലാണ് നമ്മളെ വീട് ആ പഴയ സ്ഥിതിക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങളെ വീടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ഇവിടുത്തെ പണി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളെ അച്ഛന്. ഇതാണ് അമ്മേൻ്റെ ചെറിയമ്മ കേട്ടോ. പിന്നെ കുറേ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നല്ല രസമാണ്. കുറേ ആൾക്കാർ, നമ്മളിപ്പോൾ ഒരു ഒറ്റപ്പേരയാണല്ലോ നമ്മൾ ഇതാകൊണ്ട് ഞാനും എൻ്റെ പുതിയാപ്പിളയും 3 കുട്ടികളാണ് ആ വീട്ടിലുള്ളത്. ഞങ്ങൾ അങ്ങനെ പിന്നെ അയൽവക്കത്തുള്ളവരൊക്കെ അല്ലേ നിൽക്കുന്നത്. അത് മറികടന്നാണ്ട് നമ്മൾ അമ്മേൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഒരുപാട് വീടുകളുണ്ട്, ഒരുപാട് ആൾക്കാർ നമ്മൾ അറിയുന്നതാണ്, ഒക്കെ നമ്മളൊപ്പം കളിച്ചും വളർന്നവരാണ്. ഒക്കെ നമ്മളൊരാവുമ്പം കുറേ നേരം വർത്താനം പറയാനും കിടന്നിറങ്ങാൻ തന്നെ സമയം കിട്ടലില്ല കേട്ടോ. വർത്താനം പറഞ്ഞ് അങ്ങനെ നിൽക്കലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെ. കുറേ എടുക്കണമെന്ന് പൂതി ഉണ്ടായിരുന്നു. പക്ഷേ ഓരോരുത്തർ വന്ന് വർത്താനം പറഞ്ഞു, പിന്നെ മാങ്ങ പൊട്ടിച്ച് തിന്നലും മാങ്ങ ഉറുക്കാൻ പോകലും അങ്ങനെ ഒക്കെ ചെറുപ്പത്തിലെ പോലെ അങ്ങനെ ആയിപ്പോയി. അവിടെ ചെന്നപ്പം നമ്മൾ പറ്റേ ചെറുപ്പക്കാരായി പോയോ എന്ന് സംശയമുണ്ട് ഇന്ന്. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ അമ്മേൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് എപ്പോഴും നമ്മൾ കുട്ടികളായി തോന്നുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അമ്മമാരുടെ എത്തുമ്പോഴാണ് നമ്മൾ പറ്റ കുട്ടിയായി തോന്നുക. നമുക്ക് കുട്ടികളും മക്കളും ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുട്ടിയായി തോന്നണമെങ്കിൽ നമ്മളെ അച്ഛനും അമ്മനും നമ്മളാ വീട്ടിൽ കയറി ചെല്ലണം അല്ലേ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ബൈ.